ഇവിടെ ഞാൻ എൻ്റെ പയ്യന്മാരും കൂടെ നമ്മളൊരു ഗിൽഡോർ കളിക്കാണ്ട് പോയി. ആര്? ഞാനും പിന്നെ നമ്മുടെ ഡെഡ്രിക്ക് ആൾമേറ്റ് എല്ലാവരും കൂടെ നമ്മളിവിടെ നേരെ പീക്കി പോയി ചെന്നങ്ങ് ഇറങ്ങി. മറ്റേ അതിൻ്റെ സൈഡിൽ കുളം ഉണ്ടല്ലോടെ, അവിടെ പോയി ഇറങ്ങി. അവിടെ ചെന്നിറങ്ങി ലൂട്ടും കോപ്പം എന്നിട്ട് കുറേ കാണാൻ തെണ്ടി കഴിഞ്ഞാൽ ലൂട്ടും ഇല്ല കോപ്പും ഇല്ല. ഉണ്ടായിരുന്ന കാവന്മാർ പറഞ്ഞിട്ട് പോവുകയും ചെയ്തു. ഞാൻ പിന്നെ നേരെ അകത്തോട്ട് കയറി. നമ്മുടെ പീക്കിൻ്റെ കട്ടത്തിൻ്റെ അകത്തെ അകത്തോട്ട് കയറിയ സമയത്ത് എനിക്ക് മറ്റേ ഒരു കോഡ് കിട്ടി. മറ്റേ കുത്തിയടിക്കുന്ന സാധനം അത് തൊട്ടപ്പുറത്താണ് MP5 കിടക്കുന്നത് തന്നെ. തൽക്കാലത്തേക്ക് ഷോർട്ട് റേഞ്ച് താങ്കൾ ഗണ്ണായി. പിന്നെ അവന്മാരും ഒക്കെ ഇവിടെ അത് എനിമികളൊക്കെ അറിയുന്നു. പിന്നെ ഞാനവിടെ പോയി കുറേ അടിയൊക്കെ കൊടുത്ത് അവന്മാർ സപ്പോർട്ട് പോയി നമ്മളാ ഡെട്ടിൽ അടിച്ച് പൂട്ടി കളഞ്ഞ അവന്മാർ. ഡെട്ടിൽ അടിച്ച് പൂട്ടി അവന്മാർ എന്നെ അടിച്ച് പൂട്ടി. ഞാൻ ആൾമായിട്ട് അളിയാൻ വന്ന് പെട്ടെന്ന് അവനെ അങ്ങ് ഫിനിഷ് ഒരു ഗ്ലൂ ആയിട്ട് നമ്മളെ അങ്ങ് തൂക്കി വിട്ട്. എന്നെ തൂക്കിടേ പയ്യൻ ഡെട്ട് കളിയും തൂക്കി. ഇപ്പം ഞാൻ ആ സമയം കൊണ്ടൊരു മെഡടിക്കാൻ വിചാരിച്ച്. അങ്ങനെ മെഡടിച്ച് ഫിനിഷായി. അത് പാതി വന്ന സമയത്ത് കള്ളപ്പന്നി ഗ്ലൂ ആൾ പൊട്ടിച്ചു കളഞ്ഞ് എന്തിരിച്ചു എനിമി നിൽക്കുന്നു. ഞാൻ പിന്നെ എങ്ങനെയൊക്കെ ഒരു ഹെഡ് ആയിട്ട് ഞാൻ അടിച്ച് പൂട്ടിയിട്ട് ചോദിച്ചപ്പോഴാണ് ഗ്ലൂ ആൾ പൊട്ടിച്ചോണ്ടല്ലേ അവൻ അടിച്ചിടാൻ പറ്റിയെന്ന്. എന്തൊരു പാർട്ടിയുമായി തണ്ടിൻ്റെ അടുത്ത് എന്തൊരു തലതാണ്ട് കിട്ടിയെന്ന്. അല്ലെങ്കിൽ ചത്തപ്പോൾ പടമായിട്ടിരിക്കുകയല്ലോ അവിടെ മുഴുവൻ സ്ക്വാഡ് പോയി പോളത് കേടങ്ങ് ചെറുക്കൻ എന്തൊരു പറയട്ടെന്നേ. അങ്ങനെ എന്തായാലും പിന്നെ അതിൻ്റെ ഒരു സൈഡ് നോക്കുമ്പോൾ ശരിയുണ്ട്. പൊട്ടിച്ചോണ്ടാണ് നമുക്ക് ഇല്ല കിട്ടിയത്. അതെന്ത് തേങ്ങ ആവട്ടെ. നമ്മൾ പിന്നെ നമ്മൾ അടുത്തവൻ കയറി വന്നു. നമ്മൾ അടുത്ത ഫൈറ്റ് കഴിച്ചു. പിന്നെ നമ്മളവിടെ അങ്ങോട്ട് പോയി. അങ്ങനെ അങ്ങോട്ട് ചെന്നപ്പോൾ കാണാൻ നമ്മൾ ആൾബേൻ്റെ അവനാണ് അടിച്ചവൻ പൂട്ടിക്കളഞ്ഞു. ഞാൻ പിന്നെ ചാടിപ്പോയി അവനെ ഞെക്കി പിതുക്കി അങ്ങോട്ട് ആ സ്ക്വാഡങ്ങ് വൈപ്പാക്കി. ഞാൻ പിന്നെ അവനങ്ങ് തൂക്കി വിട്ട്. ഇതെടുപ്പായി കണ്ട കാര്യമൊന്നുമില്ല. നല്ല പയ്യനെയും തൂക്കി വിട്ട്. ആകെ പറഞ്ഞ ലൂട്ട് ബോക്സ് ലൂട്ട് അത്ര ഡെട്ടുകളെയും വായിരിക്കണം കളഞ്ഞു. ഞാൻ പിന്നെ അവിടെ കിടന്ന് ഇറങ്ങി പറഞ്ഞ് ലൂട്ടും പറയുന്നില്ലാതെ പിന്നെ നമ്മളങ്ങനെ അവിടെ കുറേ നിന്ന് കറങ്ങി. എനിമെല്ലാം പറഞ്ഞെന്ന് അറിയാണ്ടിട്ടെ അവിടെ ഫ്രണ്ടിൽ ചെന്ന് നോക്കി, പിന്നെ സൈഡിൽ ചെന്ന് നോക്കി, പിന്നെ ബാക്കിൽ ചെന്ന് നോക്കി, പിന്നെ അങ്ങനെ നമ്മൾ ടോക്കണെ കുറഞ്ഞുള്ളൂ പറക്കി. അങ്ങനെ കുറേ ആയിട്ടൊന്ന് കറങ്ങി നിന്നേ എനിമിയൊന്നുമില്ല. പിന്നെ അവസാനം നമ്മളെന്ത് ചെയ്ത് ഇവിടെ വന്നൊരു ഹിറ്റ് ലിസ്റ്റ് അങ്ങ് എടുത്ത് എനിമിനെ പോയി അടിക്കാൻ വിചാരിച്ച്. പീക്കൊക്കെ ശൂന്യം, പീക്കിൽ ആരുമില്ല. അങ്ങനെ പിന്നെ നമ്മൾ ഹിറ്റ് ലിസ്റ്റ് എടുത്ത് എനിമി അടിക്കേണ്ടി അങ്ങോട്ട് പോയി. നോക്കിയപ്പോൾ അവന്മാരങ്ങ് താഴെ നിൽക്കണ്ടേ എവിടെ മറ്റേ സ്ട്രിപ്പില്ലേ, ബിമസ്തി സ്ട്രിപ്പില്. അങ്ങനെ അപ്പം ഞാൻ വിചാരിച്ചു പിന്നെ അവിടെ ഒരു ടോക്കൺ എടുക്കാണ്ട്. അപ്പോൾ ആ ടോക്കൺ അങ്ങ് എടുത്തേക്കാൻ വിചാരിച്ച്. പിന്നെ ആ ടോക്കൺ എടുത്ത് വെച്ച് പിന്നെ ചുമര് തൂക്കേണ്ട തോക്കുകളൊക്കെ ഉണ്ടല്ലേ. അപ്പോൾ അതിൽ മറ്റേ ഒരു സൂപ്പർ മെഡിക്കിട്ടിരുന്നു. അപ്പോൾ അതും എടുത്ത് വലിയ വേറെ എടുക്കാനില്ല. പിന്നെ നമ്മൾ വിചാരിച്ചു പിന്നെ താഴോട്ട് പോകണ്ട, ഇവിടെ നിൽക്കാം അമ്മ ക്യാരക്ടർ വിചാരിച്ച്. അങ്ങനെ നാളും പിന്നെ പയ്യന്മാരിലാണ് ഇവിടെ കുറ്റിയടി നമ്മളിവിടെ നിന്ന് അമ്മ ഇങ്ങോട്ട് വേട്ടത് കൊണ്ടേ. അപ്പോൾ ഞാൻ ഡെഡ് കളിയുമ്പോഴാണ് വരീണ്ട ആഴ്സണൽ തുറക്കാമെന്ന് അളിയൻ്റെ ടോക്ക് ഇരിക്കണമെന്ന്. പിന്നെ നമ്മളെല്ലാം അങ്ങോട്ട് നേരെ ആഴ്സണൽ അങ്ങോട്ട് പോയി അളിയൻ പിന്നെ ആഴ്സണൽ തുറന്നു. ഞാൻ പിന്നെ അകത്ത് കയറി ഇവിടെ ഓടിച്ച് MP5 അങ്ങ് എടുത്ത്. മറ്റേ കല്യാണ സദ്യക്ക് നമ്മൾ ആദ്യം ഓടിപ്പിരിക്കൂലേ അതേപോലെ. അവിടെ തപ്പം എനിക്കൊരു സംശയം, ഈ XM8 വേണോ ഗ്രോസോ വേണോ എന്ന്. ഞാൻ പിന്നെ കറക്കിയിട്ട് ഞാൻ ഒന്നുകൂടെ ആലോചിച്ച് ഗ്രോസോ വേണോ XM8 വേണോ എന്ന്. ഞാൻ രണ്ടും എടുത്തില്ല, നേരെ AW അങ്ങ് എടുത്ത്. അതാകുമ്പോൾ പിന്നെ കൺഫ്യൂഷൻ വേണ്ട. പിന്നെ ലൂട്ടൊക്കെ അടിക്കുക ആമരപ്പോ എന്നപ്പോഴാണ് എന്തിരിയാ നമ്മളെ ഹിറ്റ് ലിസ്റ്റിനെ അവനെ തീർത്തുളഞ്ഞ് എന്തൊരു പറയട്ടെ. എങ്ങനെയെങ്കിലും വന്ന് ലൂട്ട് സ്റ്റൈൽ പോയി 2 കില്ലൊക്കെ കാണിച്ചാൽ മൈത്താണ്ടിൽ അതും സമ്മതിക്കില്ല. നമ്മൾ പിന്നെ എന്തിനായി കുറച്ച് നാളെ കറങ്ങിയിട്ട് കുറച്ചുകൂടി ലൂട്ട് കുറക്കാൻ വിചാരിച്ച്. അങ്ങനെ അപ്പോഴാണ് ഒരു ലെവൽ 4 മഷ്റൂം ഉണ്ട്. പിന്നെ ഞാൻ പിന്നെ അതും പോയി അടിച്ചിട്ട് ആ വീടിൻ്റെ അകത്ത് കയറി. അവിടെയാണെങ്കിൽ കുറേ കോയിൻ കിടന്ന് അതും എടുത്ത് നമ്മളെ കുറച്ച് നേരം ലൂട്ട് കൂടെ എല്ലാം ഉണ്ടെങ്കിൽ അത് ഞങ്ങൾ കുറച്ച് പറക്കി. കുറച്ച് ലൂട്ടുണ്ടെങ്കിലേ. പിന്നെ താഴെ നോക്കിയപ്പോൾ അവിടെ വണ്ടി കണ്ടു. ഞാൻ ആ വണ്ടി എടുത്ത് നേരെ ഹിറ്റ് ലിസ്റ്റ് എടുക്കാൻ തന്നെ ഞാൻ പിന്നെ അങ്ങോട്ട് പോയി. അവിടെ ഇതപ്പോൾ നമ്മൾ അളിയും ഓൾറെഡി ഒരു ഹിറ്റ് ലിസ്റ്റ് എടുത്ത് കളഞ്ഞ്. ഞാൻ പിന്നെ പയ്യന്മാരെല്ലാം കേരള വണ്ടി നിന്ന് പയ്യന്മാരെ കൊണ്ട് അവനടിക്കാൻ ഞാൻ പിന്നെ അങ്ങോട്ട് പോയി. അപ്പോഴാണ് മറ്റേ സാധനം വന്ന് മറ്റേ സാധനം മറ്റേ ഡ്രോപ്പേ മറ്റേ ലെവൽ 5 ഇതൊക്കെ കിട്ടണ. അപ്പം അതുണ്ടെങ്കിൽ സാധനം മാസമാണെന്നുള്ളതുകൊണ്ട് ഞാൻ പിന്നെ ഓടി പയ്യന്മാരെ വിളിച്ച് അത് പോയി ഓടി എടുത്ത്. അപ്പോഴും പിന്നെ മറ്റേ പൊങ്ങിന്ന സാധനം ഉണ്ടല്ലേ, പിന്നെ ഈ പൊങ്ങിയ സാധനം നമ്മൾ അടിച്ച് പൊട്ടിച്ച് കളഞ്ഞ്. അങ്ങനെ അവന്മാരെല്ലാം കൂടി കട്ടയ്ക്ക് അടിച്ച് അടിച്ച് പിടിച്ച് സാധനം ഇത് അങ്ങനെ അവസാനം മാക്സായി. മറ്റേ ലാസ്റ്റ് 4 കുറ്റി വരുമല്ലേ. നമുക്ക് പിന്നെ 3 കുറ്റി എടുക്കാൻ പറ്റുള്ളൂ. ലാസ്റ്റ് ഒരു കുറ്റി ഈ പോക്കറ്റ് കൊണ്ടുപോകാൻ പറ്റുന്നതും കൊള്ളായിരുന്നു. എനിമയായിരുന്നു പണി മുണ്ടിയുടെ. അങ്ങനെ പിന്നെ നമ്മൾ ലൂട്ടെല്ലാം സെറ്റായിട്ട് പിന്നെ വണ്ടി കയറി അവനടിക്കാതെ നമ്മൾ നേരെ അങ്ങോട്ട് വിട്ട്. അവൻ്റെ അടുത്തോട്ടെ പോണ വഴിക്കാണെങ്കിൽ മറ്റേ ആ വീടിൻ്റെ അകത്തൊരു 500 കോയിൻ കിടന്നു. ഞാൻ പിന്നെ അതെടുത്ത് പയ്യെ പാക്കറ്റിട്ട് പിന്നെ അവൻ അടിക്കാണ്ട് അങ്ങ് പോയി. അങ്ങനെ പോയപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത് നമ്മൾ ആ വണ്ടിക്ക് HP കുറവ്. ഞാൻ പിന്നെ നോക്കിയപ്പോൾ അടുത്ത് വേറെ ജീപ്പ് കിടക്കുന്നു. ഞാൻ പിന്നെ ഈ ജീപ്പ് കിടക്കുന്നു ആ ജീപ്പ് എടുത്ത് പിന്നെ പയ്യന്മാരെല്ലാം കയറ്റി നമ്മൾ പിന്നെ അവൻ്റെ അടിക്കാൻ വേണ്ടി അങ്ങ് പോയി. അങ്ങനെ പോകാൻ നിന്നപ്പോഴാണ് അവന്മാരെല്ലാം ഇങ്ങോട്ട് വന്നിട്ടേ. ഞാൻ അങ്ങനെ പിന്നെ വണ്ടിയിൽ നിന്ന് സൈഡൊക്കെ നേരെ ഇവിടെ തന്നെ ചാടി ഇറങ്ങി. സോണു ഏകദേശം അങ്ങ് ക്ലോസ് ആയി ലാസ്റ്റ് പീക്ക് വരെ അങ്ങ് എത്തി. ഞാൻ പിന്നെ അവിടുത്തെ പുല്ലിനത്ര കയറി അപ്പുറത്ത് നോക്കിയപ്പോൾ അവന്മാരെല്ലാം മറ്റേ അവിടെ ഒരു കല്ലുണ്ടല്ലോ വലിയൊരു പാറ അതിൽ കയറി നിൽക്കുന്നു. ഞാൻ പിന്നെ ഏടോളം വെച്ചൊക്കെ നോക്കി അടിച്ചിടാൻ പറ്റുമെന്ന് ഞാൻ ഒരടി കൊടുത്ത്. അടുത്തടി കൊടുക്കാന്ന് വിചാരിച്ച് സ്കോപ്പ് ചെയ്തേക്കപ്പോൾ മറ്റേ ഗ്ലൂ വാൾ ഇട്ട് കളഞ്ഞ് എൻ്റെ എടുപ്പായി. ഞാൻ പിന്നെ കുറേ സ്കോപ്പ് ചെയ്ത് നോക്കിയിടേ അപ്പോഴത്തേക്ക് നമ്മളെ പയ്യൻ ഡെഡ്രി കളിയുന്ന അവന്മാരെ അങ്ങ് നോക്കായി കളഞ്ഞ്. ഞാൻ പിന്നെ തീരെ സാധനത്തിൽ മറ്റേ ഗ്ലൂ വാളൊക്കെ പൊട്ടിക്കണ അത് പിന്നെ പറഞ്ഞ പുറത്തേ അങ്ങോട്ട് കൊടുത്ത്. ഗ്ലൂവിൻ്റെ ബാക്കിൽ നിൽക്കണമെങ്കിൽ ഞാൻ മരുന്ന് നോക്കാണെന്ന് വിചാരിച്ച്. പിന്നെ അത് അടിച്ചിട്ടൊന്നും കാര്യമില്ല. ഞാൻ പിന്നെ ആ സമയം കൊണ്ട് നമ്മളെ ഡെഡ്രി കളി പയ്യെ തൂക്കി.
ഏത് അത് ഞങ്ങളുടെ വൈപ്പാണ് പിന്നെ അവസാനമായിട്ടതായി പോകും. പിന്നെ ബാക്കി ഞാൻ മാക്സിമം ഒരു ഗ്ലൂവാളൊക്കെ പൊട്ടിക്കാൻ നോക്കി അവിടെ ചെന്നിട്ടേ. അമ്മമാരുടെ ഭയങ്കര ഓട്ടോട് ഇപ്പോഴത്തേക്ക് അവർ ആളുമ്പറ്റിനെ പയ്യെ തൂക്കി ഗ്ലൂ ആയിട്ട് അടിച്ചൊന്നും ഇത് ഏടവിടെ അടിച്ചിട്ടൊന്നും ഏക്കണ്ടടേ അടിയുടെ അടി. ഞാൻ പിന്നെ ഇവിടെ മറ്റേ സാധനം പറത്തി വിട്ടെടുത്ത് 2 ബാക്കിയായിരുന്നു. അതിൽ ഓരോരുത്തൻ നോക്കായി ഓർണോട് വാർത്തയും കൊട്ടുകൊടുത്ത് പയ്യ അവനങ്ങ് സെറ്റാക്കി ഇട്ടെടുത്ത് എന്തായാലും ഇട്ട് കളിയോട് വന്ന് പറന്നിറങ്ങി ആ സ്കോഡങ്ങ് വൈപ്പാക്കി തന്നു. ഞാൻ പിന്നെ നേരെ പോയി നമ്മുടെ ആൾമെറ്റളിനെ അങ്ങ് തൂക്കി വിട്ട് അളിനെ അമ്മ അടിച്ച് പൂട്ടി കളഞ്ഞിട്ട് ഞാൻ എന്നിട്ട് അതിലെ കുട്ടി ഇങ്ങനെ കരുതി നടക്കുന്നത് ഏതിന് വേറെ ആരും പറന്നിറങ്ങണ ആരെ ഓടി വരണം നോക്കിയിട്ടേ. അങ്ങനെ പോയപ്പോൾ കാണാം ടീം വൈപ്പോടെന്ന് എഴുതി കാണിക്കണ്. ഞാൻ ഇത് ടീം വൈപ്പോട്. പിന്നെ ഓർത്തത് ഞാൻ ഈ അവിടെ മറ്റേ കോയിലുണ്ടല്ലേ ഈ കോയിൽ എടുക്കാൻ അവിടെ 2 ലാൻഡിനെ ഒരുമിച്ചിരുന്നു. ഒരു ലാൻഡിന് ഏകദേശം 100 സംതിങ് ഡാമേജ് ഇട്ട് 2 ലാൻഡിനെ ആകുമ്പോൾ സുഖമായിട്ട് എനിമി ചാവുകയും ചെയ്യും. ഞാൻ പണ്ട് പോലെ ചെയ്യുന്ന പരിപാടിയാണ്. അങ്ങനെ അതിലൊരു കില്ല് കിട്ടി. എന്നിട്ട് ഞാൻ പിന്നെ നമ്മളെ നേരെ പാറ അങ്ങോട്ട് പോയി. അത് നമ്മുടെ നേരത്തെ എനിമി അടിച്ചിട്ടില്ല അവിടെ വെച്ച് ലൂട്ടോലൊക്കെ ഉണ്ടെങ്കിൽ അത് നല്ല നുളിപ്പറക്കാൻ അങ്ങോട്ട് പോയി. അവിടെ തേങ്ങയില്ല അമ്മരെല്ലാം അരിച്ച് ഉറക്കി അരിപ്പായി കിട്ടിയില്ല. എന്തൊരു തേങ്ങയെ കൊണ്ട് പോട്ട് നമ്മളെ പയ്യന്മാർക്കല്ലേ കിട്ടിയത്. അങ്ങനെ അത് അങ്ങനെ നിന്നപ്പോൾ കാണാം നമ്മുടെ വെൻഡിങ് മെഷീൻ്റെ അവിടെ എനിമിയുടെ ബേളം. ആൾക്കാർ എന്നിട്ട് അടിയില ബേള ഭയങ്കര ചാട്ടവും ബേളമൊക്കെ. ഞാൻ എന്ത് ചെയ്ത് നമ്മളെ വണ്ടി എടുത്തിട്ട് ഉറപ്പിച്ച് അങ്ങോട്ട് പോയി. വണ്ടി ചാടി ഇറങ്ങിയത് 2 പടക്കാന്ന് അടിച്ചിട്ട് ഒരുത്തനെ അടിച്ചിട്ട് അതിന് ഉടനെ അടുത്തന്നെ അങ്ങ് അടിച്ചിട്ട് നോക്കിയാൽ ഒരുത്തൻ നോക്കായിരുന്നു 2 അടിക്കാന്ന് വിചാരിച്ചാൽ അപ്പോഴത്തേക്ക് അവൻ നോക്കായി കളഞ്ഞ് ഫിനിഷായി പോയി. അത് പോട്ട് നമ്മൾ എന്നെ കില്ല് കുമ്മണശ്ശേരി ഏതാമാർ കൊണ്ടുപോട്ട് അങ്ങനെ 2 ഫിനിഷ് ചെയ്യണം. അപ്പുറത്ത് ഒരുത്തൻ പറഞ്ഞു അവൻ 2 എടുത്ത് അവൻ ഗ്ലൂ ആയിട്ട് കവർ ചെയ്തുള്ളതിരായി. ഞാനത് കയറണേക്കാട്ട് ഞാൻ ഒരു കാര്യം ഞാൻ ഗ്രനേഡ് എടുത്ത് വയറെടുക്കാൻ ധരിച്ച്. പക്ഷേ ഗ്രനേഡ് എറിഞ്ഞത് അപ്പർ സൈഡായിപ്പോയി. അപ്പം ഇവൻ ഈ ഇതിൻ്റെ ഇപ്പുറത്ത് കവർ എടുത്ത് കളഞ്ഞു. അതിനിടെ കൂടി 15 ചെറുക്കം വന്ന ആർമേറ്റ് കില്ലും കുമ്മിക്കളഞ്ഞ് കുമ്മിയതല്ല അവൻ അടിച്ചിട്ട് കളഞ്ഞ് അതെന്താ പോട്ട്. അങ്ങനെ ആ കില്ല് അവൻ കൊണ്ടുപോയി. അത് പിന്നെ പോട്ട് നമ്മളെ ടീമിനെല്ലാം കിട്ടിയത്. അങ്ങനെ ആ സമയം ഞാൻ ഒരു ഹിറ്റ് ലിസ്റ്റ് എടുത്ത് ഹിറ്റ് ലിസ്റ്റ് അപ്പുറത്തമ്മ വേറെ വന്നിരിക്കുന്നു. അപ്പോഴും അവൻ്റെ അടുത്ത് അവൻ ഗ്ലൂ ആയിട്ട് കളഞ്ഞു. അവൻ ഇട്ടാണ് ടീമേറ്റാണെന്ന് അറിയണ്ട. ഞാൻ എന്തായാലും പെട്ടെന്ന് ഗ്ലൂ ആയിട്ട് പിടിച്ച് അടിച്ചോടി സമയത്ത് തന്നെ അവനും ചേർത്ത് വേറെ ആരും ഇല്ലായിരുന്നു അവിടെ. എനിക്ക് തോന്നുന്നത് മിക്കവാറും അവൻ ഇട്ട സമയത്ത് ഡിലേ ആയിട്ട് ഗ്ലൂ ആൾ വീണതായിരിക്കും. അതിനാണ് സാധ്യത. അവന് ടീമേറ്റിന് വേറെ ആരും കണ്ടില്ല അവിടെ. അങ്ങനെ അതും പറഞ്ഞപ്പോഴാണ് നമ്മുടെ ഹിറ്റ് ലിസ്റ്റ് അവന്മാർ താഴെ നിൽക്കുന്നത്. അങ്ങനെ ഹിറ്റ് ലിസ്റ്റ് അടിക്കുന്നപ്പോഴാണ് നമ്മുടെ വിൻഡോസ് അടിയിൽ കൂടെ ഒരുത്ത വണ്ടി പോകണം. ഞാൻ പിന്നെ വെളിയിറങ്ങി ആടോളം വെച്ചിട്ട് അടി കൊടുക്കാനൊക്കെ നോക്കി. പക്ഷെ അത് കൊണ്ടില്ല. ഞാൻ പുറകെ പോയൊക്കെ ഓടി നോക്കിടേ എങ്ങനെ കൊണ്ടാലും. എന്നിട്ട് അവൻ വെള്ളം ചിരിച്ചെടുത്തോണ്ട് പൊക്കളഞ്ഞ് പിന്നെ പോട്ട് പാപ്പട്ട് ചിരിച്ച് പൊക്കട്ട്. ഞാൻ പിന്നെ അവനെയും കളിയോട് ഫ്രണ്ടിൽ വന്നപ്പോൾ കാണാൻ അവിടെ ലാസ്റ്റ് 10 അലൈവായി. ലാസ്റ്റ് 10 അലൈവായെങ്കിൽ നമ്മൾ ഹിറ്റ് ലിസ്റ്റ് ഇതുവരെയും ചത്തിട്ടില്ല കേട്ടാ. അവ അവിടെ തന്നെ കയറുന്ന നടപ്പുണ്ട്. ഞാൻ വിചാരിച്ചു പിന്നെ ഇവിടെ വന്നൊരു കാര്യമില്ല. നമ്മൾ മറ്റേ ഫുള്ളിൽ പുല്ലുണ്ടല്ലേ അങ്ങോട്ട് കയറാൻ ഞാൻ പിന്നെ നേരെ അങ്ങോട്ട് കയറി. ഞാൻ പിന്നെ അതിൻ്റെ അകത്തേറിയിട്ട് അവരോട് നോക്കിയപ്പോൾ കാണാൻ ദൂരത്ത് ഓടിപ്പോകും. ഞാൻ ഏടെ വിളിച്ച് ഒറ്റ അടി കൊടുത്തു. അപ്പോഴത്തേക്കും നമ്മൾ ആ കൂട്ടത്തിൽ അതോർത്ത് പയ്യാനെ കില്ലെടുത്ത് അതങ്ങ് ഫിനിഷാക്കി. സോണും ലാസ്റ്റായി. കളി ഏകദേശം കഴിയാറായി. ലാസ്റ്റ് നോക്കിയപ്പോൾ 7 അലൈവായിരുന്നു. 7 അലൈവ് പയ്യെ 6 അലൈവായി. ഈ ഓപ്പോസിറ്റ് എടുത്തേക്ക് അവനെ ഒരു അടി എടുത്ത് പയ്യെ അവനെ ഞാനങ്ങ് നോക്കാക്കി. അവന് കില്ല് സമയത്ത് മനസ്സിലായി അവനാണ് അവിടെ ഹിറ്റ് ലിസ്റ്റ്. എന്തായാലും അവസാന ഹിറ്റ് ലിസ്റ്റ് എൻ്റെ തന്നെ വീണ്. ഉള്ള ഹിറ്റ് ലിസ്റ്റ് എത്ര അവനെ കൊണ്ടുപോയി വേറെ അവനെ അടിച്ച് ഫിനിഷാക്കി. അങ്ങനെ ഈ ഹിറ്റ് ലിസ്റ്റ് എൻ്റെ കയ്യിൽ. ഈ ലാസ്റ്റ് ഒറ്റ ഒരുത്തിനോട് തീർത്ത് കഴിഞ്ഞാൽ നമ്മുടെ കളി നമ്മുടെ കയ്യിൽ ബൂയിട്ടിയപ്പോൾ അവൻ പറന്നങ്ങ് പോയി. റിവൈവ് വേണ്ടി പോയതാണ്. എന്തൊരു ചെയ്യട്ടെ അവനാണെന്ന് ചെന്ന് അവന് ടീമിൽ തൂക്കി വിട്ടായി. ആകെപ്പെട്ട 4 അലൈവ് ഉണ്ടായിരുന്ന 6 അലൈവ് ആക്കി തന്നു. എന്തൊരു ചെയ്യട്ടവനെ. പിന്നെ നമ്മളെ പയ്യന്മാരെല്ലാം അവിടെ ആകാശം പറന്ന കണക്ക് എല്ലാവരും അടിച്ചിട്ട് ഞാൻ അടിച്ചിട്ട് കൊള്ളാമെന്നില്ലേ അവൻ്റെ അടിച്ച് അടുത്തോട്ട് പോയി. എന്തൊരു ചെയ്യാൻ അമ്മ അടിച്ചിട്ട് അവസാനം 4 അലൈവ് എത്തിച്ച അവസാനം ലാസ്റ്റ് മറ്റേ പയ്യനും കൂടി ഉണ്ട്. അവനെയും കൂടി തീർത്താലേ നമ്മൾ കളി കിട്ടുള്ളൂ. ഒരുത്തനല്ലേ അവൻ്റെ സ്കില്ല് എത്രയാണെന്ന് നമുക്ക് അറിയത്തില്ല. എന്തായാലും അവനെ തീർക്കുന്നത് നമ്മളങ്ങനെ നോക്കിയിരുന്നു. നമ്മളവിടെ അത്തെന്ന് പരുന്നുണ്ടറിയോ അവൻ ഉരുകത്തിൽ വെളി ഇറങ്ങൂല. അവൻ അവൻ്റെ അകത്ത് എവിടെ കയറി വിളിച്ചിരിക്കുകയാണ്. അവസാനം സൈക്കിട്ട് പിന്നെ എന്ത് ചെയ്ത് പയ്യ ഡെഡ് കളി ഞാൻ കയറി ചെന്ന് പയ്യ അവനെ അടിച്ച് ഫിനിഷാക്കി. അങ്ങനെ കളി ഭൂവി അടിച്ച്. എന്തായാലും ഇത്ര നേരം കാണുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനുള്ള കാര്യമൊന്നും മറക്കരുത്. പിന്നെ ഇതേപോലെ വീഡിയോസ് ഇനിയിടും. ചാനൽ ഇഷ്ടപ്പെട്ട വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തായിട്ട് കാണുന്ന പ്രതീക്ഷയിൽ ശരി എന്നാൽ.